കാണുന്നുണ്ടോ? അതായത് റൈറ്റ് സൈഡിൽ ഒരു വലിയ മരം നിൽപ്പുണ്ട്. റൈറ്റ് സൈഡ് വലിയ മരം. ഓക്കെ, ഇതാണ് ആ ഒരു ഒറ്റ മരമാണ്. ഒറ്റ മരം. ആ മരത്തിന്റെ ചുവട്ടിലായിരുന്നു ഞാൻ വണ്ടി ഇട്ടിരുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റാ വണ്ടി കിടന്നിരുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ആ ടാങ്കർ ലോറികൾക്കിടയിൽ ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ്. എല്ലാവരും കേരളം മുഴുവൻ അർജുന് വേണ്ടിയുള്ള തെരച്ചിലാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സാങ്കേതികവിദ്യ വളരെ സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു സാങ്കേതികവിദ്യ വളരെ അടിപൊളിയായിട്ടാണ് ഈ ചാനൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിതിവിടെ ഷെയർ ചെയ്തത്. എന്തായാലും നമുക്കെല്ലാവർക്കും ഹോപ്പുണ്ട് അർജുന് ഒന്നും പറ്റാതിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഇവരെങ്ങനെയാണ് ഇവിടെ ഉപയോഗിച്ചത് എന്നുള്ളതാണ്. ബാക്കിയുള്ള ചാനലുകൾ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. റിപ്പോർട്ടറാണ് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത്, അതുകൊണ്ട് ഞാനതിൻ്റെ സ്ക്രീൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ ഉപയോഗിച്ചിട്ടാണ് അവർ ഈ ലൊക്കേഷൻ ഇവിടെ കണ്ടെത്താൻ വേണ്ടി സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂവിൽ പണ്ടത്തെ സ്ഥലമാണ്, പണ്ടത്തെ വിഷ്വൽസാണ് കാണുന്നതെങ്കിലും, അല്ലെങ്കിൽ ഫോട്ടോസാണ്, സാറ്റലൈറ്റ് ബേസ്ഡ് ഫോട്ടോസാണ് കാണുന്നത്. പക്ഷേ അവിടെ ഫിസിക്കലായിട്ടുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, അതായത് ആ മലയോ അല്ലെങ്കിൽ ഇപ്പോൾ ടവർ ഓൾറെഡി പോയി, അപ്പോൾ അതേപോലെയുള്ള പറയുന്ന പുഴേൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ലോങ് ഡിസ്റ്റൻസ് നമുക്ക് എന്തെങ്കിലും ഒരു ലൈൻ അലൈൻ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് ഞാനിവിടെ ജസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ സ്പോട്ട്. ഇവിടെയാണ് ആ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുള്ളത്. ഈ റെഡ് ലൈനിൽ കാണുന്നത് എൻ്റെ ട്രാഫിക് ഇപ്പോൾ ആ ഏരിയ ബ്ലോക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങളൊന്നും കടത്തി വിടുന്നില്ല, അതുകൊണ്ടാണ് റെഡ് ലൈൻ കാണിക്കുന്നത്. അപ്പോൾ ഈ താഴെ ഇതിൻ്റെ മുമ്പ് രാജസ്ഥാനി ഡാമിൽ നിന്ന് ഷൂട്ട് എടുത്തിട്ടുള്ള ഡ്രൈവേഴ്സും ആൾക്കാരൊക്കെ എടുത്തിട്ടുള്ള വിഷ്വൽസ് അവിടെ കാണാം. അപ്പോൾ നമ്മളിത് സ്വിച്ചിങ് ബാക്ക് ടു സാറ്റലൈറ്റ് മോഡ്, ഇവിടെ നമുക്ക് ടെറൈൻസിനെ ആ രീതിയിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ ഇവിടെയാണ് ആ ലോറി നിർത്തിയിട്ടതെന്നാണ് നമ്മളോടൊപ്പം ഡ്രൈവർ ആ ചാനലുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് സ്ട്രീറ്റ് വ്യൂ മോഡിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ആ റോഡിലേക്ക് പോയിട്ട് ആ റോഡിൽ നിന്നുള്ള വ്യൂ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതാണ് ഇപ്പം അപകടം നടന്നിട്ടുള്ള ഈ ഒരു ഏരിയ. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നേരത്തെ അതിൽ കാണിക്കുന്ന ടാങ്കർ ലോറി നിർത്തിയിട്ട് അതേ സ്ഥലമാണ് ഈ കാണിക്കുന്നത്. ഇവിടെ വേറെ വണ്ടി വന്നേ ഉള്ളൂ, സെയിം സ്പോട്ടാണ്. അപ്പോൾ ഇതിനെ ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റായിട്ടൊക്കെ അലൈൻ ചെയ്തിട്ടായിരിക്കും അവരിപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ടെറൈന് നമുക്ക് ഇത്തരം സാങ്കേതിക വിദ്യകൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള സാധനത്തിന് വളരെ ക്രിയേറ്റീവായിട്ട് വളരെ ബെറ്റർ ആയിട്ടുള്ള രീതികളിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇത്തരം ദുരന്തത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് തരം ആവശ്യങ്ങൾക്കും നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചിട്ട് ടെക്നോളജികളെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. എന്തായാലും മറ്റുള്ള എല്ലാവരെ പോലെ ഞാനും ആഗ്രഹിക്കുന്നു അർജുനൊന്നും പറ്റാതിരിക്കട്ടെ.